ഹലോ ഗൈസ്, നോക്കോട്ടെ എന്ന യൂട്യൂബ് ചാനൽ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇന്ന് വീട്ടിൽ വെറുതെ നിൽക്കണോണ്ട് വണ്ടി സർവീസ് ചെയ്തിട്ട് കുറേ നാളായി. അപ്പം വണ്ടിയുടെ സർവീസ് സ്വന്തമായിട്ട് വണ്ടി സർവീസ് ചെയ്യാനുള്ള പ്ലാനാണ്. എങ്ങനെ ആവുമെന്ന് അറിയില്ല. എന്തായാലും എൻ്റെ കയ്യിൽ പഴയ ഒരു FZ ഉണ്ടായിരുന്നു. അത് ഞാനായിരുന്നു സർവീസൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ഓയിൽ സർവീസ്, ഓയിൽ ഫിൽറ്റർ, എയർ ഫിൽറ്റർ, ഇങ്ങനത്തെ ചെറിയ ചെറിയ സെറ്റപ്പൊക്കെ ഞാനാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം എന്തായാലും സർവീസ് ചെയ്യാം, അത് ഓയിൽ സർവീസ് ചെയ്യാം നമ്മുടെ V3യുടെ. അപ്പം അത് എങ്ങനെ ആവുമെന്നൊന്നും അറിയില്ല. എന്തായാലും വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാൻ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതാണ്. എന്തായാലും വണ്ടി വന്നിട്ട് വണ്ടി എടുത്തിട്ട് തന്നെ ഒരു 2 വർഷമായിട്ടുണ്ട്. 2 വർഷം ആകാൻ പോകുന്നു. ഡിസംബർ 25-ാം തീയതിയാണ് വാങ്ങിയിട്ടുള്ളത്. 25-ാം തീയതിയാണ് വണ്ടി എടുത്തത്, 2018. അപ്പം എന്തായാലും 2 വർഷമായിട്ടുണ്ട്. ഇനി എന്തായാലും സ്വന്തമായിട്ട് സർവീസ് ചെയ്ത് പഠിക്കാമെന്നുള്ള പ്ലാനാണ്. അപ്പോൾ അങ്ങനെ വണ്ടിയുടെ 14,000 കിലോമീറ്റർ പക്ഷേ ആയിട്ടുള്ളൂ. വണ്ടി വന്നിട്ട് 14,000 കിലോമീറ്റർ ആയിട്ടുള്ളൂ. 14,024 ആയിട്ടുണ്ട്. അപ്പം സർവീസ് ചെയ്തിട്ട് കുറേ നാളായി. 11,000 ചെയ്തതാണ്. അപ്പോൾ സർവീസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് സ്വന്തമായിട്ട് ചെയ്യാനുള്ള പ്ലാനാണ്. എന്താവുമെന്നൊന്നും അറിയില്ല. അപ്പോൾ എന്തായാലും നോക്കാം. പിന്നെ വണ്ടി ദ്രവ്യപ്പാറയിൽ പോയിട്ട് വന്നപ്പോൾ വണ്ടി ഫുള്ള് ചെളി അടിച്ചിട്ട് ഒരു പരുവായിരിക്കുകയാണ്. അതായത് ഈ പുറകു ഭാഷത്ത് കണ്ട ഫുള്ള് ചെളി അടിച്ചിട്ട് ഒരു പരുവായിരിക്കുകയാണ്. ദ്രവ്യപ്പാറയിൽ പോയിട്ട് ടൈമിൽ നല്ല മഴ ഉണ്ടായിരുന്നല്ലോ. അപ്പം അങ്ങനെ ഫുള്ള് പണിയായിരിക്കുകയാണ്. പിന്നെ ചെയിനൊക്കെ ജസ്റ്റ് ഒന്ന് തുരുമ്പിച്ചൊക്കെ തുടങ്ങിയത്. എന്തായാലും അതും നല്ലോണം ക്ലീൻ ചെയ്യണം. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഭാഗത്തോട്ട് വരുമ്പോൾ ഒരു അണ്ടർബെല്ലി നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് നല്ല കുറവാണ്. അപ്പം ഈ അണ്ടർബെല്ലി ഞാൻ പൊളിക്കുന്ന ടൈമിലാണ് എനിക്ക് അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ഒന്നൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്നുള്ള ഒരു പ്ലാൻ വന്നത്. അപ്പം എന്തായാലും അണ്ടർബെല്ലി പൊളിച്ച് മാറ്റിയിട്ടുണ്ട്. ഇതിവിടെ ഇരിപ്പുണ്ട്, അതിൻ്റെ സ്ക്രൂ. പിന്നെ അണ്ടർബെല്ലി ഇരിപ്പുണ്ട്. ഇതിൽ ഞാൻ ഇത് സെറ്റ് ചെയ്ത് ഇത് നല്ല ലുക്കാണ്, പക്ഷേ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണ്. അത് ഈ സാധനം കണ്ട അടിഭാഗമൊക്കെ വരഞ്ഞൊരു പരുവായിരിക്കുകയാണ് ഗൈസ്. എന്തായാലും പക്ഷേ നല്ല ലുക്കുണ്ട്. അത് കാരണമാണ് ഈ സാധനം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി എന്തായാലും ഇത് തന്നെ സെറ്റ് ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിനകം ഒരു ഹോൾ ഇടാനായിട്ട് മറന്നുപോയി. അപ്പം ഈ വണ്ടി മഴയൊക്കെ പെയ്യുന്ന ടൈമാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വെള്ളം കെട്ടി നിൽക്കുക, ആ ഒരു നടക്കണം. അപ്പോൾ എന്തായാലും ഇതിന് ഹോൾ ഇട്ടിട്ട് ഇതിനെ സെറ്റ് ചെയ്ത് വെക്കണം. പിന്നെ ഈ അടുത്ത് ഓയിൽ ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഓയിൽ എന്തായാലും ഇന്ന് ചിലപ്പം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് അത് പോകാനായിട്ട് മടിച്ചിട്ട് ഓയിൽ വാങ്ങിയിട്ടുണ്ട്. ഓയിൽ എമലൂബിൻ്റെ ഓയിലാണ് വാങ്ങിയിട്ടുള്ളത്. 400 രൂപയ്ക്കകത്തായിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഓയിൽ ഫിൽറ്റർ വന്നിട്ട് 175 രൂപ അങ്ങനെ എന്താണ്ടായിട്ടുണ്ട്. അപ്പം ഇതും മാറണം. പിന്നെ അതിന് മുന്നായിട്ട് ഞാൻ സർവീസ് ചെയ്യുന്ന എൻ്റെ പഴയ ഡിഫ്, പിന്നെ കുറച്ച് പഴയ വണ്ടിയുടെ സാധനങ്ങൾ, പിന്നെ സ്പാൻഡറൊക്കെ ഇരിപ്പുണ്ട്. സ്പാൻഡർ എൻ്റെ കയ്യിൽ 17-16 ഉള്ളൂ. അപ്പം അതാണ് FZ എൻ്റെ ആയിരുന്നത്. അപ്പോൾ എനിക്ക് എന്തായാലും എന്തായാലും പറ്റില്ല. അപ്പം എനിക്ക് അത് പോയി സുഹൃത്തിൻ്റെ വാങ്ങിയിട്ട് വരണം. എൻ്റെ കയ്യിലില്ല. ഞാനൊരു സുഹൃത്തിനെ വിളിച്ചപ്പോൾ അവൻ്റെ കയ്യിൽ സാധനം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം എന്തായാലും അവൻ്റെ അടുത്ത് ചെന്ന് വാങ്ങണം. പിന്നെ ഇതിൻ്റെയൊക്കെ ഓയിൽ മാറ്റുന്ന ആ ഒരു നെട്ട് വരുന്നത് ഈ ഭാഗത്താണ് കേട്ടോ. ഇതാണ് ഓയിൽ മാറ്റുന്ന ആ ഒരു നെട്ട്. പിന്നെ ഓയിൽ ഫിൽറ്റർ ഇവിടെയാണ്. അപ്പോൾ എന്തായാലും ഇത് മാറണം. പിന്നെ വണ്ടി ജസ്റ്റ് ഒന്ന് വാട്ടർ സർവീസ് ചെയ്യണം. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പം ഈ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയല്ലേ, എന്തായാലും സൈക്ലിംഗ് കൂടെ ചെയ്യുന്ന വീഡിയോസൊക്കെ ചെയ്യാമെന്നുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സൈക്കിൾ പുതിയതെടുക്കാനുള്ള പ്ലാനാണ്. എന്നാലും ബഡ്ജറ്റ് കുറവാണ്, കയ്യിൽ കാശൊന്നും അത്രയ്ക്കില്ല കയ്യിൽ. അപ്പോൾ അതുകൊണ്ട് ഒരു സെക്കൻഡ് സൈക്കിൾ വാങ്ങി. സൈക്കിൾ കാണിച്ചു തരാം ഞാൻ. ഇതാണ് റോഡിയോ 800 എന്ന് പറയുന്ന മോഡലാണ്. കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ല. പക്ഷേ ഇതിൻ്റെയൊക്കെ ഈ റിമ്മൊക്കെ അത്യാവശ്യം തിരുമ്പിച്ചാണ് കാണുക. അപ്പോൾ ഇതെന്തായാലും ഇതൊക്കെ മാറണം. അപ്പോൾ എന്തായാലും തൽക്കാലം ഒന്നും ചെയ്യണില്ല. പിന്നെ അത്യാവശ്യം ന്യായമായിട്ടുള്ള വിലയ്ക്ക് തന്നെയാണ് ഈ സാധനം കിട്ടിയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ബേക്ക് ഡിസ്ക് കയറ്റിയിട്ടുണ്ട്. ഈ സാധനത്തിൽ ബേക്ക് ഡിസ്ക് കയറ്റിയിട്ടുണ്ട്. ഇതിൽ ഡിസ്ക് വരാത്ത ടൈപ്പാണ്. ബേക്ക് ഡിസ്കില്ല, ഫ്രണ്ട് ഡിസ്ക് മാത്രമേ ഡിസ്ക് വരുള്ളൂ. ഈ ബേക്ക് ഡിസ്ക് കയറ്റിയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അത്യാവശ്യം കുഴപ്പമില്ല. പിന്നെ ചെയിൻ അത്യാവശ്യം ലൂസാണ്. ചെയിനൊക്കെ ഗിയർ ഇടുന്ന ടൈമിലൊക്കെ ചെയിന് ഭയങ്കര പ്രശ്നമാണ്. ചെയിൻ എങ്ങനെ തെക്ക് വടക്കനെയൊക്കെ പോകും. പിന്നെ വേറെ കുഴപ്പമില്ല. അപ്പോൾ ഇനി സൈക്ലിങ്ങിൻ്റെ വീഡിയോസൊക്കെ ചെയ്യാനുള്ള പ്ലാനുണ്ട്. അപ്പം ഗൈസ് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ നമുക്ക് വേണം.
ഗൈസ് എൻ്റെ കയ്യിൽ ഈ സ്പാൻഡർ കിട്ടിയിട്ടുണ്ട്. എനിക്ക് 18-19 ആവശ്യം. സാധനം ഇത് സ്യൂട്ട് തന്നെയാണ്, പക്ഷേ ഏതാണ് എന്നറിയാൻ പറ്റില്ല. അവൻ പറഞ്ഞ 18-19 തന്നെയാണെന്ന് പറഞ്ഞു. അപ്പം സാധനം എന്തായാലും കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത് നല്ല പഴക്കമുള്ള സാധനമാണ്. ഒരു തിരുമ്പ് കണ്ടം പോലെ ഉണ്ട്. ഇത് ഗാന്ധിജിയുടെ ഉപയോഗിച്ചിട്ട് ഡയറക്റ്റ് അവൻ്റെ കയ്യിൽ കൊടുത്താണെന്ന് തോന്നുന്നു. എന്തായാലും സാധനം എനിക്ക് ഉപയോഗിക്കാൻ പറ്റും. എന്തായാലും ഓയിൽ ചേഞ്ച് നോക്കാം. ഗൈസ് ഓയിലിന് വേണ്ടിയിട്ട് കപ്പ് എന്തെങ്കിലും വയ്ക്കാൻ മറന്നുപോയി. മൊത്തം ഓയിൽ തറയിൽ പോയി. അതിനകത്ത് വരുന്ന സ്പ്രിങ്, പിന്നെ അതിൻ്റെ എന്തോ ഫിൽറ്റർ കണക്കുള്ള എന്തോ ഒരു സാധനം, പിന്നെ അതിൻ്റെ അകത്ത് വരുന്ന നെട്ട്, ഇത് തന്നെയാണ് സാധനം. എന്തായാലും സാധനം തുറന്നിട്ടുണ്ട്. ഇനി എന്തായാലും ഇതൊക്കെ ക്ലീൻ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് അടച്ചു വയ്ക്കണം. ഗൈസ് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഒന്ന് ചരിക്കണം. അപ്പം കുറച്ചുകൂടെ ഒക്കെ ഓയിലുള്ളത് ഇങ്ങോട്ട് തിരിച്ചിറങ്ങി വരും. പറഞ്ഞ ഓയിൽ കുറേശ്ശെ വരണുണ്ട്. സൈഡിലൊക്കെ കിടക്കുന്ന പഴയ ഓയിൽ. മറ്റേ പേഡോക്കിൻ്റെ സ്റ്റാൻഡ് ഉണ്ടായിരുന്നെങ്കിൽ എളുപ്പമായിരുന്നു ഓയിൽ മാറാനായിട്ട്. നമ്മുടെ കയ്യിൽ ആ സാധനമൊന്നുമില്ല. അപ്പം ഇങ്ങനെയൊക്കെ തന്നെ ഓയിൽ മാറും. നമ്മുടെ കോഴി എന്ന് തോന്നി. ഗൈസ് ഞാൻ ഇത് ഷോറൂമിൽ നിന്നാണ് ഈ സർവീസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം എന്തായാലും സ്വന്തമായിട്ട് ചെയ്യാനുള്ള പ്ലാനാണ്. ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നേരത്തെ ഉണ്ടായിരുന്ന വണ്ടി ഞാൻ സ്വന്തമായിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതേ കണക്കിന് ഇപ്പോൾ എന്തായാലും വണ്ടി 2 വർഷമായിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും നമുക്ക് തന്നെ ചെയ്ത് പഠിക്കാനുള്ള പ്ലാനാണ്. ചെയ്തോ ഗൈസ്. എന്തായാലും ഇനി ഓയിൽ ഫിൽറ്റർ മാറാൻ പോവാണ്. ഫിൽറ്റർ മാറണത് ഈ ഒരു സാധനം, അതായത് 8-ൻ്റെ സ്പാൻഡർ ഉണ്ടായിരുന്നു. അതായത് 8-ൻ്റെ T സ്പാൻഡർ ഉണ്ടായിരുന്നെങ്കിൽ എളുപ്പമായിരുന്നു. ഇത് എന്താണ് 8-ൻ്റെ തന്നെ, പക്ഷേ ഇത് എന്താണ്, ഇത് മറ്റേ സ്പാൻഡർ കണക്ക്, സ്പാൻഡർ അല്ല സ്ക്രൂ ഡ്രൈവർ കണക്കാണ് ഈ സാധനത്തിൻ്റെ പിടിയൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഇത് ഇച്ചിരി പാടാണ്. അപ്പോൾ അതുകൊണ്ട് കട്ടിംഗ് പ്ലെയറൊക്കെ എടുത്തിട്ടുണ്ട്. അതിനകത്ത് ഓയിലുണ്ടായിരുന്നു. മോനെ ഒരു പരുവായിരിക്കണുണ്ടോ. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഓയിൽ ഫിൽറ്റർ. കയ്യിൽ മൊത്തം ഓയിലേടാ. ഈ സാധനം ഇനി ഒരു ഉപയോഗമില്ല, എടുത്ത് ദൂരക്കള ഓയിലിരിക്കണുണ്ട് സൈഡിൽ. പിന്നെ ഈ സാധനം അതായത് ഈ ഓയിൽ ഫിൽറ്ററിൻ്റെ ക്യാപ്പാണ്, എഞ്ചിൻ്റെ സൈഡിൽ വരുന്ന ക്യാപ്പാണ്. അപ്പോൾ ഈ സാധനം എന്തായാലും അത്യാവശ്യം നല്ലോണം മാക്സിമം ക്ലീൻ ചെയ്ത് തിരിച്ചു വയ്ക്കണം. അടി കിട്ടണം. എന്തായാലും ഈ അടിഭാഗത്തുള്ള നമ്മൾ ഈ നെട്ട് നമ്മൾ തിരിച്ചു വയ്ക്കാൻ വേണം. നെട്ട് ഈ ഒരു സ്പ്രിങ്ങും ഉണ്ട്. പക്ഷേ FZ-നാണെന്നുണ്ടെങ്കിൽ ഇതേ കണക്ക് ചെറിയൊരു, ഇത്രയും വരില്ല, ചെറിയൊരു നെട്ട് വരുള്ളൂ. പക്ഷേ ഇതിന് ഇച്ചിരി വലിയൊരു നെട്ടും പിന്നെ ഒരു സ്പ്രിങ്ങും ഉണ്ട്. ഇതെന്തോന്നാണെന്ന് എനിക്കറിയണ്ട. ഇതിൻ്റെ അടിഭാഗം ഇച്ചിരി ക്ലീൻ ചെയ്തിട്ട് ഈ സാധനം അവിടെ സെറ്റ് ചെയ്ത് വെക്കണം. എന്തായാലും ഈ ഓയിൽ ഫിൽറ്റർ മാറ്റാൻ വേണം. പഴയതിൻ്റെയും പുതിൻ്റെയും വ്യത്യാസമുണ്ടോ? അടിപൊളി അടിപൊളി. ഈ സാധനം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ക്യാപ്പാണ്. നമ്മൾ ഈ ഒരു സാധനം വെച്ചിട്ടാണ് ഇതിനകത്ത് വെച്ചിട്ട് ഒഴിക്കാൻ പോണത്. ഇതിനെന്തോന്ന് പറയണേ, എന്തോന്ന് പറയണേ, വച്ചു വീഴ്ത്തിയ. ഈ സാധനമാണ് വച്ചു വീഴ്ത്തി എന്ന് പറയണത്. വച്ചു വീഴ്ത്തി എന്നൊക്കെയാണ് പറയണത്. വച്ചു കുത്തിയാ എന്തെങ്കിലാവട്ടെ.
ഗൈസ് പിന്നെ എന്തായാലും നമ്മൾ വണ്ടിയിൽ ഓയിൽ സർവീസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി എന്തായാലും വാട്ടർ സർവീസ് കൂടെ സ്വന്തമായിട്ട് വാട്ടർ സർവീസ് കൂടെ ചെയ്യാനുള്ള പ്ലാനാണ്. അപ്പോൾ എന്തായാലും ഇനി വാട്ടർ സർവീസ് ചെയ്യണം. ഗൈസ് അങ്ങനെ നമ്മൾ വണ്ടി ഓയിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പം അണ്ടർ വെല്ലി എടുത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. വാട്ടർ സർവീസും ചെയ്ത്. പിന്നെ വേറെ എന്തോ ഈ അണ്ടർ വെല്ലിയിൽ അടിയിൽ ഹോൾ ഇട്ടിട്ടുണ്ട്. അടിയിൽ ഈ വെള്ളം പോകാനായിട്ട് അവിടെ ഹോൾ ഇട്ടിട്ടുണ്ട്. പിന്നെ എല്ലാം സെറ്റായിട്ടുണ്ട്. ഗൈസ് പിന്നെ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടതിന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടതിന് ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ. ഗൈസ് വണ്ടി അങ്ങോട്ടും നീ വണ്ടിയെ മാത്രം ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരുന്ന എന്തരടേ. ഗൈസ് എന്തായാലും ഇപ്പം നമ്മുടെ ഈ ഇതുണ്ടല്ലോ